guys, welcome to my YouTube channel Stories by Hira. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ എപ്പോൾ കേക്ക് ഉണ്ടാക്കിയാലും ഫ്ലോപ്പറാണ് പതിവ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ റീസെൻ്റ് ആയിട്ട് ഈശാനി കൃഷ്ണയുടെ വീഡിയോ ഉണ്ടായിരുന്നു പിൽസ്ബറിയുടെ പ്രീമിക്സ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്നാൽ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ പിൽസ്ബറിയുടെ ഈ പ്രീമിക്സ് ഞാനിപ്പോൾ ബ്ലിങ്കിറ്റ് വഴി ഓർഡർ ചെയ്തിട്ടുണ്ട്, സാധനം കിട്ടിയിട്ടുണ്ട്. വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ ഇതൊരു പ്രീമിക്സ് കേക്കാണെന്നൊന്നും പറയില്ല. ഞാനായിട്ട് ഉണ്ടാക്കിയൊരു കേക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ റിലീസ് ആവണ വരെ അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. അപ്പം ഇതാണ് പിൽസ്ബറിയുടെ ആ പ്രീമിക്സ്. പിന്നെ മിൽക്ക് മെയ്ഡും ഈ ഡാർക്ക് ചോക്ലേറ്റും എന്തിനാണ് വാങ്ങിയെന്ന് വെച്ചാൽ, ഒന്ന് ഡെക്കറൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. കേക്ക് സക്സസ് ആവുമെന്ന് അറിയില്ല, എന്നാലും ഡെക്കർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ഇതിൽ ഓൾറെഡി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളം പ്ലസ് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ആഡ് ചെയ്യാൻ പറഞ്ഞേക്കണേ ഈ മിക്സിലേക്ക്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് കയറുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഇപ്പോൾ വെള്ളത്തിന് പകരം ഇതിൽ പാലാണ് യൂസ് ചെയ്യുന്നത്. ഈ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മെഷറിംഗ് കപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ ഒരു ചെറിയൊരു ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തേക്കുന്നത് പാല്. അപ്പോൾ ഇതിപ്പോൾ 1 ഗ്ലാസ് ആയി. നോക്കട്ടെ, ഇത് ഒഴിച്ചിട്ട്. ആക്ച്വലി ബൗള് കുറച്ചും കൂടെ വലുത് വേണമായിരുന്നു. ഈ 1/4 കൂടെ ഒഴിക്കുകയാണ്. അത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തു. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയി. ഇനി ഇതിലേക്ക് നമുക്ക് എന്താ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, 1/2 ടീക്കപ്പ് വെജിറ്റബിൾ ഓയിൽ. സോ നമുക്ക് ഇനി അത് ട്രാൻസ്ഫർ ചെയ്യാം. ദൈവമേ, കൂടിപ്പോവോ? ഒഴിച്ച് ഐ ട്രസ്റ്റ് ദ പ്രോസസ്. യെസ്, സെറ്റായി ഗൈസ്. ഞാനൊരു നിമിഷം പേടിച്ചു പോയി, എന്നാലും കുഴപ്പമുണ്ടായില്ല. അങ്ങനെ നമ്മളിത് മിക്സ് ചെയ്തു. എക്സൈറ്റ്മെന്റ് കൂടിയിട്ടാണെന്ന് അറിയില്ല, ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ ഗ്യാപ്പിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ബട്ടർ പേപ്പർ വേണം. സോ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോർമൽ പേപ്പർ ബട്ടർ അയച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് സെറ്റാക്കിയിട്ട് വരാം. സോ ഞാനിപ്പോൾ ഈ പാത്രത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ പാത്രമൊന്നും ഇവിടെ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇത് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. സോ ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സെറ്റാണ്. നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഒരു 30 മിനിറ്റ്സ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. കേക്ക് അപ്പോൾ സെറ്റായി. ഇനി നമുക്ക് ചോക്ലേറ്റും ഇതൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഡെക്കർ ചെയ്യാം. അപ്പം ഞാൻ ഇതൊരു 3 ലെയറായിട്ട് എങ്ങനെയൊക്കെയോ കട്ട് ചെയ്തു. അത്ര ശരിയായിട്ടില്ല, ഞാൻ എക്സ്പേർട്ട് എന്നല്ല, ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫ്ലോപ്പ് ആവാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഇങ്ങനെ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ചോപ്പ് ചെയ്ത് വരാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഈ ഞാൻ വാങ്ങിച്ച ചോക്ലേറ്റ് ക്രാൻബെറി ഫ്ലേവർ ആയിരുന്നു. സോ എനിക്കറിയില്ല ഫുൾ എങ്ങനെ ഉണ്ടാവുമെന്ന്. നോക്കാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത ലെയറും ഇതുപോലെ തന്നെ സെയിം. നോക്കട്ടെ. ഓക്കെ, അങ്ങനെ എന്തൊക്കെയോ കാണിച്ച് കേക്ക് ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അമ്മ ടേസ്റ്റ് ചെയ്തോക്കെ നോക്കട്ടെ. സൂപ്പർ. അങ്ങനെ ഫൈനലി ഞാൻ ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരു 1 hour കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ റിവ്യൂ പാർട്ടിലേക്ക് വരുമ്പോൾ, കേക്ക് ആക്ച്വലി നല്ലതായിരുന്നു. എനിക്ക് ആക്ച്വലി ചോക്ലേറ്റ് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചപ്പോഴാണ് കുറച്ചൊരു ടേസ്റ്റ് തോന്നിയത്. അല്ലാതെ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓക്കെ. പക്ഷെ ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ എൻ്റെ കേക്കിലൊരു ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ക്രാൻബെറി ഫ്ലേവർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു
ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ അല്ല, മച്ച് ബെറ്റർ ആയിരുന്നു. ഇപ്പോഴും കേക്ക് നല്ലതാണ്, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ക്രാൻബെറി കൊണ്ട് ചെറിയൊരു ചിലർക്കത് ഫ്ലേവർ ഇഷ്ടപ്പെടാതിരിക്കാം. ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. വേറെ വീഡിയോ കാണാം. ലവ് യു.